Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ DJIന്റെ Osmo Action 4 എന്ന് പറഞ്ഞ പുതിയ നമ്മുടെ DJIന്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്ന ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ ഇത് അതാണ് അതിന്റെ ബോക്സ്. ഇത് സ്റ്റാൻഡേർഡ് കോംബോ ഉണ്ട്. അത് രണ്ട് ടൈപ്പ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് കോംബോ ഉണ്ട്, പിന്നെ ക്രിയേറ്റർ കോംബോ ഉണ്ട്. ക്രിയേറ്റർ കോംബോയിൽ നമുക്ക് എക്സ്ട്രാ ബാറ്ററീസും കിട്ടും, അതുപോലെ തന്നെ ഒരു സ്റ്റിക്കും കിട്ടും, ഒരു സെൽഫി സ്റ്റിക്ക് പോലെ സംഭവം കിട്ടും. അതിന് എനിക്ക് തോന്നുന്നത് 42,000 41,000 സംതിങ് റേഞ്ച് വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ബാക്കിയൊന്നും ഉണ്ടാവില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കി ഈ രണ്ടെണ്ണം ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ സ്റ്റാൻഡേർഡ് കോംബോയിൽ. ഇതിൽ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ അക്സസറീസും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രൈസ് വരുന്നത് 33,000 ആണ് നമുക്ക് പ്രൈസ് വരുന്നത്. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ ക്യാമറ ടിൽ നൗ, അല്ലെങ്കിൽ 2024 ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വെച്ചാൽ അത്രയും നല്ല ക്വാളിറ്റി, അതുപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ്. നിങ്ങൾക്ക് ഇതിലത്തെ സെൻസേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വലിയ സെൻസറാണ് വരുന്നത്. നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ DJIന്റെ പോക്കറ്റ് 3 വന്നിട്ടില്ലേ, അതിൻ്റെ ഫുൾ എത്ര 1 ഇഞ്ച് സെൻസർ അല്ല, 1 ഇഞ്ച് 1/3 സെൻസറാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനാട്ടും ജസ്റ്റ് അറിയി നിൽക്കും. നിങ്ങൾക്കറിയാം മറ്റത് അത് ആക്ഷൻ ക്യാമറ അല്ല, അതൊരു വ്ളോഗിങ് ക്യാമറയാണ്. അപ്പോൾ രണ്ടിനും പർപ്പസ് ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഗോപ്രോനായിട്ട് എന്തുകൊണ്ടെന്നല്ല തന്നെ ഞാൻ പറയുള്ളൂ. എൻ്റെ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഗോപ്രോൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടായിരിക്കും, നമ്മൾ അൺബോക്സിങ് സംഭവം. എനിക്ക് ഗോപ്രോൻ്റെ ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സാധനം. ഞാൻ ഒരു കൊല്ലാകുമ്പോഴേക്കും സാധനം വിറ്റ് കളഞ്ഞില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്കും എനിക്ക് 36,000 കൊടുത്തൊരു സാധനം എടുത്തിട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലം വേസ്റ്റ്. ഭയങ്കര ലാഗ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ഒക്കെ കുറച്ച് ഉണ്ടാവും. നമ്മുടെ ഒരു 20% വരെ നമ്മുടെ SD കാർഡിൽ റെക്കോർഡിംഗ് ആയി വന്ന സാധനം ലാഗ് അടിച്ചു തുടങ്ങും. ഇപ്പോഴത്തെ പിന്നെ ലേറ്റസ്റ്റ് ഒരു പ്രൊസസ്സർ സംഭവമൊക്കെ വഴിയുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിച്ചത് 9 ആയിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു കാര്യം ഉണ്ടാകുന്നില്ല. ആ 9ന്റെ സെൻസേഴ്സ് നമ്മളിപ്പോൾ Insta360 വരുന്നത് അതേ സെയിം സെൻസർ തന്നെയാണ്, ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൽ നമുക്ക് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്ത്യൻ പീസാണ് കേട്ടോ. നമുക്ക് ഇത് ആക്ച്വലി ഒഫീഷ്യലി DJI ഇന്ത്യയിൽ സെല് ചെയ്യുന്നതല്ലാണ്ട് ഏജൻസി ത്രൂ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ത്രൂ തന്നെ അവർ തന്നെയാണ് വാറണ്ടി സംഭവങ്ങളൊക്കെ തരുന്നത്. അത് നമ്മുടെ ഗോപ്രോം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴപ്പം നമ്മുടെ ഇവർക്കുണ്ട്. ഗോപ്രോ ആയിക്കോട്ടെ, DJI ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, എന്തായാലും കണക്ക് തന്നെയാണ്. ഇപ്പോൾ DJI എന്ന് പറയുന്നത് കാര്യം ഒരു ചൈനീസ് ബ്രാൻഡാണ്, ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് സംഭവമൊക്കെ ഞാൻ ടെസ്റ്റ് നമ്മൾ ഡെലിവറി വന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ക്യാമറയാണ്. ഇത് ആക്ച്വലി ഗോപ്രോനോട്ടൊക്കെ ഭയങ്കര ചെറുതാണ് കേട്ടോ. അങ്ങനത്തെ ഗുണമുണ്ട്. നമുക്ക് 2 സ്ക്രീൻ കിട്ടുന്നുണ്ട്, രണ്ടും ടച്ച് സ്ക്രീൻ തന്നെയാണ്. നമുക്കിത് എന്താ പറയുക, റിമൂവബിൾ ആയിട്ടുള്ള ലെൻസ് കവർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടണാണ്, സിംഗിൾ ബട്ടണാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് പോർട്ടൊക്കെ ചാർജ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഡയറക്റ്റ് വൈഫൈ നമ്മുടെ വെബ്കാമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഗോപ്രോയിൽ എക്സ്ട്രാ എന്താ പറയുക ഇതൊന്നും വേണ്ട, എന്താ പറയുക സോഫ്റ്റ്വെയറും സംഭവം പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കുത്തി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി പോർട്ടും അതുപോലെ തന്നെ SD കാർഡ് സോഡ് കിട്ടുന്നുണ്ട്. ഞാനിതിൽ 64 GB സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം മോഡലാണ് ഇട്ടേക്കുന്നത്, എക്സ്ട്രീം പ്രോ ആണ് ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ താഴെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കിടിലൻ സംഭവം, അതായത് നമ്മുടെ മൗണ്ട് മാഗ്നറ്റിക് മൗണ്ട് വരുന്നുണ്ട് നമുക്ക് ഇവിടെ. അതൊരു കിടിലൻ സംഭവം തന്നെയാണ്. മുകളിൽ നമുക്കൊരു റെക്കോർഡ് ബട്ടൺ വരുന്നുണ്ട്, പിന്നെ സ്പീക്കേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഓവറോൾ നല്ല കിടിലൻ ബിൽ ക്വാളിറ്റി തന്നെ പറയാം. ഗോപ്രോൻ്റെ അടുത്ത് കൂടെ പോയില്ല ബിൽ ക്വാളിറ്റിയിൽ, അത് സത്യമാണ്. ഞാൻ ഉപയോഗിച്ചാണ് ഗോപ്രോ. അപ്പോൾ ഗോപ്രോ നോക്കിക്കഴിഞ്ഞാൽ ഒരു റബ്ബറൈസ്ഡ് ഫിനിഷ് പോലെ സംഭവമാണ്. അതാണെങ്കിൽ നമ്മൾ പുതിയതാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നല്ല അത്യാവശ്യം യൂസ് ചെയ്ത് 2-3 മാസമൊക്കെ ആകുമ്പോൾ സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയാൻ തോന്നുന്നു. വെച്ചാൽ അത്രയ്ക്ക് ഒരു വൃത്തിയായിട്ട് പോലെയോ ഈ റബ്ബറൈസ്ഡ് ഫിനിഷ് ഒന്നും കറിയിരിക്കും. റബ്ബറൈസ് സാധനം ഭയങ്കരമായിട്ട് യൂസ് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു കളർ മാറും, അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. ഇത് ഫുള്ളി അലുമിനിയാണ്, ഒരു മാറ്റ് ഫിനിഷ് അലുമിനിയാണ് വരുന്നുണ്ട്, ബ്ലാക്ക്. അപ്പോൾ അതൊരു രക്ഷയില്ല. ഗോപ്രോൻ്റെ അവിടെയും നമുക്ക് DJI തന്നെയാണ് പോയിന്റ് കൊടുത്തൽ. പിന്നെ നമുക്ക് ഇതിനോട് കിട്ടിക്കുന്നതാണ് ഈ ഒരു മൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഹെൽമെറ്റിൻ്റെ കൂടെ മൗണ്ട് ചെയ്യാനുള്ള സംഭവമാണ്. അതുപോലെ തന്നെ നമുക്കൊരു സ്ക്രൂവും, അതുപോലെ തന്നെ ഒരു Type A to Type C Type C to Type C ഒരു USB കേബിളും കിട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. നമുക്ക് അവർ പറയുന്നത് 10 മിനിറ്റ് ചാർജ് ചെയ്ത് തന്നെ നമുക്ക് അത്യാവശ്യം ചാർജ് 80% ഒക്കെ നമുക്ക് ചാർജ് കയറുന്ന പറയുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. 30 വാട്ട് വരെ നമുക്ക് PD ചാർജർ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നോർമലി നമ്മുടെ പവർ ബാങ്ക് ഉപയോഗിച്ചാണ് ചാർജ് ചെയ്ത് നോക്കിയത്. ഞാൻ എന്തായാലും ഫുൾ ചാർജിങ് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോ ഔട്ട്പുട്ട് ഞാൻ എന്തായാലും ഇതിനോട് നമ്മുടെ ലാസ്റ്റായിട്ട് തന്നെ ഇടുന്നുണ്ട്. അത് അതിനുശേഷം നമ്മൾ അടുത്ത സെപ്പറേറ്റ് വീഡിയോയിൽ നമ്മൾ ഐഫോണായിട്ടും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സീരീസ് ഫോണായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലോ ആയിട്ട് പെർഫോമൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. പിന്നെ നമുക്കൊരു മാഗ്നറ്റിക് മൗണ്ട് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് മാഗ്നറ്റിക് ആണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഒന്നും നമ്മൾ പൊളിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ബാറ്ററി തീരെ ചാർജ് ചെയ്യാമെന്നല്ലേ വരുമ്പോൾ. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി
അതാണ് നമ്മൾ ഫുള്ളി അൺബോക്സിങ് കാണിച്ചു തരാഞ്ഞത്. പിന്നെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടായിരിക്കും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ഒന്നല്ല, ഒരു 5 മാസമൊക്കെ ഈ സാധനം റിലീസ് ചെയ്തത് ഉണ്ടോ വെച്ചാൽ മതി. ഇത് റിലീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ രണ്ടൊരു നോബ് ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ റിലീസ് ആയിക്കോളും. നല്ല പവറിന് കിട്ടാൻ മാഗ്നറ്റിന് വയ്ക്കുക, രക്ഷയില്ലാത്ത മാഗ്നറ്റ്. കിട്ടുന്നില്ല, അത് നമുക്കൊരു സൈഡാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് നോക്കിയത് മാഗ്നറ്റ് ആണല്ലോ. കണ്ടോ അവിടെ ലോക്കായി. നമുക്ക് ഇനി വേണമെങ്കിൽ ഞാനൊരു ചെറിയ ട്രൈപോഡ് ഇതിലൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്കൊരു പല്ല് ചെറിയ പോരില്ല വിരൽ വരുന്നുണ്ട്. ലോക്കായി. ഞാൻ എന്താണ് ആ ട്രൈപോഡ് പിന്നെ നമുക്ക് ഇതിലൂടെ കിട്ടുക എന്താണ് നമുക്ക് ഈ കേസ് കിട്ടുക. ഇത് അത്യാവശ്യം നല്ല കേസ് തന്നെയാണ്. നമുക്ക് നോർമലി ഗോപ്രോൻ്റെ ഒക്കെ എല്ലാ ഉപ്പ് തൊട്ട് കറുപ്പൂരും തൊട്ട് എല്ലാം വാങ്ങിക്കണമെന്ന് പറഞ്ഞ പോലെ ആണ് ഗോപ്രോൻ്റെ കാര്യം. എല്ലാ സാധനവും നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്നത്. ഇത് നമുക്ക് ഇൻബിൽഡ് ബ്രാൻഡഡ് സാധനം നമുക്ക് ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അത് അതിൻ്റെ സ്റ്റിക്കറൊന്നും ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടില്ല. അതിൻ്റെ പവർ ബട്ടൺ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അത് മാറ്റി വയ്ക്കാം. ഇതിൽ നമുക്ക് ഇങ്ങനെ കയറ്റിയാൽ വേണ്ട. അപ്പോൾ ഞാൻ തൽക്കാലം ഈ സാധനം വെച്ച് കാരണം അത് കയറ്റുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഈ കേസിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഗോപ്രോൻ്റെ സൈസ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആക്സസറീസ് ആയിട്ട് കുറച്ച് ഇതിൻ്റെ ടെമ്പർ ഗ്ലാസും അതുപോലെ തന്നെ നമ്മളൊരു ചെറിയ ഒരു ട്രൈപോഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് എന്തോ ടെലീസിൻ്റെ ട്രൈപോഡാണെന്നുണ്ട്. 1000 രൂപ, 1000 താഴെ സംതിങ് ആണ് വന്നുള്ളൂ എനിക്ക്. ഇതാണ് സംഭവം കണ്ടോ. ഇതിൽ നമുക്ക് ജസ്റ്റ് നോർമൽ പോലെ തന്നെ നമുക്ക് ഗോപ്രോ വണ്ടീനെ പോലെ തന്നെ കണ്ടിട്ട് സ്ക്രൂ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് വ്ലോഗ് ചെയ്യാം. നമുക്ക് എന്തായാലും ഈ സ്റ്റുഡിയോ ലൈറ്റിൽ തന്നെ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. എവിടെ എൻ്റെ ഹോള് കിട്ടുന്നില്ലല്ലോ. എവിടെയായിരുന്നു ഇത്? പക്ഷേ ശരിക്കും ഗോപ്രോയുടെ സൈസ് കുറവാണ് കേട്ടോ. കണ്ടു, ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ഇത് ഓണാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ മതി. ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും സാധനം. ഒരു പ്രസ് ചെയ്തു ഞാൻ, കണ്ടോ ഓണായി. അത് വീഡിയോ മോഡിലാണ് കിടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ലൈറ്റ് നമ്മുടെ ഡയറക്റ്റ് മുമ്പിലേക്കാണ്. ഫുൾ ലൈറ്റും കുറവല്ല രശീൽ. എന്താ നമുക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഇത് സ്ക്രീൻ ഇതിൽ ഞാൻ 64 GB മെമ്മറി ഇട്ടുണ്ട്. അപ്പോൾ 59.4 GB ഫ്രീ ആണ് വരുന്നത്. നമുക്ക് ആക്ടിവേഷനൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഇവർക്കൊരു ആപ്പ് ഉണ്ട്, മീമോ എന്ന് പറഞ്ഞിട്ട്. നമുക്കിത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. DJI മീമോ എന്നൊരു ആപ്പ് ഉണ്ട്. അതുകൂടെ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട് കണ്ടോ. ഈ ആപ്പ് ത്രൂ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. നല്ല ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സംഭവത്തിലുണ്ട് കേട്ടോ. കിടിലൻ സോഫ്റ്റ്വെയർ തന്നെയാണ്. ഗോപ്രോന്ന് ഉണ്ടാകുന്ന സോഫ്റ്റ്വെയർ. പക്ഷേ പകുതി നേരം കണക്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു പണ്ടത്തെ. ഇപ്പം പിന്നെയും ഭേദമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആസ്പെക്ട് റേഷ്യോ നമുക്ക് 16 ആക്കാം. അതുപോലെ തന്നെ ഞാൻ 1080p നോർമലി ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന 1080p ഞാൻ 4K അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. നമ്മുടെ ക്യാമറ 4K സപ്പോർട്ട് ആണെങ്കിലും പക്ഷേ ഞാൻ 4K അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് എടുത്ത വീഡിയോസ് നമുക്ക് ഇതിനോട് ഞാൻ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇത് ഫോട്ടോ ആയിരുന്നു. ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വീഡിയോ മോഡിലേക്ക് പോകാം. വീഡിയോ മോഡിൽ പോകണമെങ്കിൽ ഒരു പണിയില്ല കേട്ടോ. നമ്മുടെ സ്ക്രീനിൽ നിന്ന് ഇവിടെ നിന്ന് ക്വാളിറ്റി കാണുന്നുണ്ടോ. സ്ക്രീനിൽ കൊണ്ട് വൈപ്പ് ചെയ്താൽ മതി. ഇത് നമുക്ക് 4 മോഡുകളുണ്ട്: ഫോട്ടോ, വീഡിയോ, സ്ലോ മോഷൻ, അതുപോലെ തന്നെ പനോരമ. അപ്പോൾ ഞാൻ വീഡിയോ മോഡിൽ പോയി ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. വീഡിയോ മോഡിൽ എത്തിയിട്ടാണ്. ഇനിയിപ്പോൾ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓണായി. ഇതാ എനേബിളിംഗ് ലോ ലൈറ്റ് ഇമേജ് എൻഹാൻസ്മെൻറ്റ്. ഞാൻ ലോ ലൈറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് സെൻസർ വലുതായത് കൊണ്ട് തന്നെ നോർമൽ ആക്ഷൻ ക്യാമറയിൽ വരാനായിട്ടും വലുതായത് കൊണ്ട് തന്നെ നമുക്കിതിൽ ലോ ലൈറ്റ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വേറൊരു എക്സ്ട്രാ മോഡും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാരിറ്റി ഇത് രണ്ടിലും അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൽ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ സോണി ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് ഇത് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പണ്ട് ഗോപ്രോയിലൊന്നും ഈ സ്റ്റുഡിയോ ലൈറ്റിലൊന്നും തീരെ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ എന്താ പറയുക, പുറത്തത്തെ പെർഫോമൻസ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോശം തന്നെയായിരുന്നു.
അപ്പോൾ ഇത് നമുക്ക് കൊള്ളാട്ടാങ്കിൽ ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ സൈഡിൽ നിന്ന് കാണിച്ചു തരുന്നില്ല. നമ്മുടെ കിടക്കൊക്കെ ആകെ ഫുള്ള് എൻ്റെ ഗാഡ്ജറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് അലമ്പായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഷൂട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കിടക്കല വയ്ക്കുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്ലിപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം. അതുപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലെങ്ത്ത് ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഞാനത് പറയാത്തത്. അപ്പോൾ ഞാനിതിൽ നമുക്കിതിൽ കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ വേറെ വീഡിയോ നമുക്ക് കാണിച്ചു തരാം. എന്തായാലും കുറേ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും കുറേ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരാത്തതാണ്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ സാധനം ഇറങ്ങിയിട്ട് 5 മാസത്തോളം ആയി. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ളെടുത്ത് കാണിച്ചു തരണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്നും കാണിക്കാത്തത്. പക്ഷേ നിങ്ങളൊരു ആക്ഷൻ ക്യാമറ ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഗോപ്രോ നോക്കണ്ട, ഞാൻ DJI ആക്ഷൻ ക്യാമറ നോക്കാൻ തന്നെ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് രണ്ടും നമ്മുടെ ഇന്ത്യയിൽ ഡയറക്റ്റ് ഇവർക്ക് ഡീലേഴ്സോ സംഭവമൊന്നുമില്ല. ഡീലേഴ്സ് അല്ല, ഡയറക്റ്റ് കമ്പനി സെല്ലിങ് സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ സർവീസും ഇല്ല. രണ്ടും ചെയ്യുന്നത് ഏജൻസി ത്രൂ തന്നെയാണ്. അപ്പോൾ അതിനൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളിപ്പോൾ DJI എടുക്കാണ്ടിരിക്കേണ്ട, അങ്ങനെ നോക്കണ്ട. നിങ്ങൾക്ക് DJIയുടെ ഡ്രോൺ സംഭവമൊക്കെ അവർക്ക് വലിയ സംഭവമാണ്. ഇപ്പോൾ ഗോപ്രോനെ നോക്കിക്കഴിഞ്ഞാൽ ഗോപ്രോണായിട്ടൊക്കെ വലിയ ബ്രാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. DJIനെ സംഭവം ചൈനീസ് പറഞ്ഞ പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കമ്പനിക്ക് ഇടയില്ല, കമ്പനിയുടെ എന്താ വെച്ചാൽ അവരുടെ ടെക്നോളജി സംഭവമൊക്കെ ഒരു രക്ഷയില്ലാത്ത ടെക്നോളജി തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഗോപ്രോണായിട്ട് എനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഹാൻഡി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക അക്സസറീസ് സംഭവമൊക്കെ ഇൻബിൽഡായിട്ട് സ്റ്റാൻഡേർഡ് കോംബോ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഗോപ്രോയിലാണ് നമുക്ക് കേസ് തന്നെ സെപ്പറേറ്റ് വേറെ വാങ്ങിക്കേണ്ടി വരും. ഏതാണ്ട് ഈ ഗോപ്രോന് എനിക്ക് തോന്നുന്നു ഗോപ്രോ 12 ഒക്കെ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് 12 ആണല്ലോ, അത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 40 റേഞ്ചൊക്കെ എന്തായാലും ആവും, 40+ ആവും. അപ്പോൾ അതിനായിട്ടും ഒരു ഓൾമോസ്റ്റ് 10,000 കുറവാണ്. അതിനായിട്ടും പെർഫോമൻസും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈക്വൽ ടു പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. ലോ ലൈറ്റിൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നുണ്ട് തന്നെ പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ DJI ആക്ഷൻ 4 തന്നെ വാങ്ങിച്ചാൽ മതിയിട്ടാണ്. പിന്നെ കുറേ പേര് നോക്കുന്നതാണ് DJI ആക്ഷൻ 2 വാങ്ങിക്കാൻ കുറേ പേര് നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് ഓഫർ വരുന്നുണ്ട്. ആമസോണിലൊക്കെ 15,000 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, 15,000 20,000 ഒക്കെ. പക്ഷേ DJI ആക്ഷൻ 2 ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം ഇതിൽ വരുന്നുണ്ട്. ഇതിന് ബാറ്ററി ബാക്കപ്പ് ഞാൻ പറയാൻ മറന്നു. ഇതിന് 160 മിനിറ്റാണ് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഒരു പറയുന്നത് ഒരു ബാറ്ററിയിൽ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ബാറ്ററിയുടെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. പിന്നെ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ക്രിയേറ്റർ കോംബോ എടുക്കാം. അതിൽ നമുക്ക് എക്സ്ട്രാ 3 ബാറ്ററി കിട്ടുന്നുണ്ട്. നമ്മുടെ നോർമൽ പർപ്പസിന് വ്ളോഗിങ് പർപ്പസിനൊന്നും എനിക്ക് തോന്നുന്നില്ല എക്സ്ട്രാ ബാറ്ററി വേണമെന്ന്. ഇപ്പോൾ ഗോപ്രോൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ഹീറോന് അതിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അതിന് സെപ്പറേറ്റ് ബാറ്ററി കിറ്റും സംഭവമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഒരു കൊല്ലം കറക്റ്റ് ഒരു കൊല്ലമായപ്പോൾ ഞാൻ കൊടുത്തത്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക്. അതുപോലെ തന്നെ ഇവരുടെ മിമോ ആപ്പിൻ്റെ ലിങ്ക് നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇല്ല കേട്ടോ. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്ന് ആദ്യം ഉണ്ടായിരുന്നു, പ്ലേ സ്റ്റോർ പിന്നെ എടുത്ത് കളയുക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആപ്പിൾ പ്ലേ സ്റ്റോറിൽ DJIൻ്റെ ആപ്പ് ഉണ്ട് കേട്ടോ. അത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കണക്റ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ നമുക്കൊരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്ത് നോക്കി. അപ്പോൾ ഓവറോൾ നോക്കിയപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. പൈസ കുറച്ചുകൂടി കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അത് തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതിൽ സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് ഇപ്പെടുന്നതാണ്. അടുത്ത പോലെ കാണാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യാട്ടാ. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബൈ. എനേബിളിംഗ് ലോ ലൈറ്റ് ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഞാൻ ലോ ലൈറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് സെൻസർ വലുതായത് കൊണ്ട് തന്നെ നോർമൽ ആക്ഷൻ ക്യാമറയിൽ വരാനായിട്ട് വലുതായത് കൊണ്ട് തന്നെ നമുക്കിതിൽ ലോ ലൈറ്റ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വേറൊരു എക്സ്ട്രാ മോഡും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാരിറ്റി ഇത് രണ്ടിലും അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്കിതിൽ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ സോണി ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് ഇത് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പണ്ട് ഗോപ്രോയിലൊന്നും ഈ സ്റ്റുഡിയോയിലൊന്നും തീരെ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ എന്താ പറയുക, പുറത്തത്തെ പെർഫോമൻസ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മോശം തന്നെയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കൊള്ളാട്ടാങ്കിൽ ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ സൈഡിൽ നിന്ന് കാണിച്ചു തരുന്നില്ല. നമ്മുടെ കിടക്കൊക്കെ ആകെ ഫുള്ള് എൻ്റെ ഗാഡ്ജറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് അലമ്പായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഷൂട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കിടക്കല വയ്ക്കുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്ലിപ്പ് നമുക്ക് ഇതിനെ കൂടെ ഇടാം. അതുപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലെങ്ത്ത് ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഞാനത് പറയാത്തത്. അപ്പോൾ ഞാനിതിൽ നമുക്കിതിൽ കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ വേറെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും കുറേ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എടുത്ത്